ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വർക്ക്ഷീറ്റിലുള്ള ലാർജ് ഡാറ്റയെ മറ്റ് മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണ് മറ്റ് വർക്ക്ഷീറ്റ്സിലേക്ക് ഡാറ്റ മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചേഞ്ചസ് നമ്മുടെ മെയിൻ വർക്ക്ഷീറ്റിന് വരുത്തിയാലും അതെല്ലാം തന്നെ മറ്റ് വർക്ക്ഷീറ്റ്സിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ ഞാൻ രണ്ട് മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഫിൽട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് കുറച്ച് മടിയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. തൽക്കാലം നിങ്ങൾക്ക് ഡാറ്റ മൂവ് ചെയ്യിച്ചാൽ മാത്രം മതി എങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വളരെ ക്വിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഷീറ്റ്സിലേക്കും ഡാറ്റ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സെക്കൻഡ് മെത്തേഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ കമൻറ്റ് നോക്കിയാൽ മതി. അതിൽ ഞാൻ ടൈം ഇട്ടിട്ടുണ്ടാവും. ആ ടൈം ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സെക്കൻഡ് മെത്തേഡിലേക്ക് പോകാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് തൽക്കാലത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ഫിൽട്ടർ യൂസ് ചെയ്തിട്ടാണ്. അതായത് ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റയിൽ എവിടെയെങ്കിലും കഴ്സർ വെച്ചതിന് ശേഷം സോർട്ട് ആൻഡ് ഫിൽട്ടറിൽ പോവുക. ഫിൽട്ടർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ Ctrl+Shift+L പ്രസ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ഫിൽട്ടർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഡാറ്റനെ മൂവ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറീൻ്റെ ബേസിലാണ്. അതായത് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും സെപ്പറേറ്റ് ഷീറ്റ്സ് എനിക്ക് വേണം. എന്തിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഡാറ്റനെ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫിൽട്ടറിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഞാനിവിടെ കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റനെ മൂവ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ കാറ്റഗറീൻ്റെ ഫിൽട്ടറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സെലക്ട് ഓൾ എന്നുള്ളത് ഇവിടുന്ന് ടിക്ക് മാർക്ക് ഒഴിവാക്കുക. എന്നിട്ട് ഞാനിവിടെ ഫ്രൂട്ട് മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പേജിൽ ഫ്രൂട്ട്സിൻ്റെ ലിസ്റ്റ് മാത്രമായി അല്ലേ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്ന് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടും സെലക്ട് ചെയ്തതിന് ശേഷം ദെൻ ഞാനൊരു പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ. അതിനുശേഷം പേസ്റ്റിലേക്ക് പോവാം. പേസ്റ്റ് എന്നുള്ള ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം പേസ്റ്റ് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഇതെന്തിനാണ് പേസ്റ്റ് ലിങ്ക് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഡാറ്റയിൽ എന്തെങ്കിലും നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിവിടെ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ഡാറ്റ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫോമാറ്റിംഗ് ഒന്ന് ശരിയാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+Shift+Down പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഹോം ടാബിൽ നമ്പർ ഫോമാറ്റിംഗിൽ പോയിട്ട് ജനറൽ മാറ്റിയിട്ട് ഇവിടെ ഷോർട്ട് ഡേറ്റ് എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റുകളൊക്കെ തന്നെ വന്നു കഴിഞ്ഞു അല്ലേ. അതേപോലെ തന്നെ എമൗണ്ടിന് $സൈൻ ഇടാൻ വേണ്ടിയിട്ട് അതും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. Ctrl+Shift+Down ആണ്. ദെൻ $സൈൻ ഇവിടെ കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഡെസിമൽസ് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡെസിമൽസ് ഒന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ വന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് കളർ കൊടുക്കാം, ഫിൽ കളർ കൊടുക്കാം. നമുക്കിവിടെ ഫ്രൂട്ട്സ് മാത്രമായി കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഷീറ്റിലേക്ക് വന്നിട്ടുണ്ട്, മെയിൻ ഷീറ്റിലേക്ക്. ഇനി വീണ്ടും കാറ്റഗറീൻ്റെ ഫിൽട്ടർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ വെജിറ്റബിൾസ് മാത്രം നമ്മൾ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെജിറ്റബിൾസ് മാത്രം ഇവിടെ ആയി കഴിഞ്ഞു. ഇനി വീണ്ടും നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, അടുത്ത ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ പേസ്റ്റിലേക്ക് പോയിട്ട് പേസ്റ്റ് ലിങ്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഡാറ്റയൊക്കെ തന്നെ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡേറ്റ് ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. Ctrl+Shift+Down ജനറൽ മാറ്റിയിട്ട് ഷോർട്ട് ഡേറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ എമൗണ്ട് സെലക്ട് ചെയ്യുക. ദെൻ $സൈൻ ഇട്ട് കൊടുക്കുക. ഡെസിമൽസ് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നേരത്തെ ചെയ്ത എല്ലാ പ്രോസസ്സും ഇവിടെയും റിപ്പീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഒരു ഷീറ്റായി, അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയും ഒരു ഷീറ്റായി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ മെയിൻ ഷീറ്റിൽ വന്നിട്ട് ഫിൽട്ടറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. കണ്ട, നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. ഫിൽട്ടറൊക്കെ ക്ലിയർ ആയി. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഷീറ്റിൽ മെയിൻ ഡാറ്റയാണുള്ളത്. ഇനി ഷീറ്റ് 2 എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രൂട്ട്സ് മാത്രമായി, ഷീറ്റ് 3 എടുത്തിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രമായി. ഇനിയിപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 2 മാറ്റിയിട്ട് 3824 ടൈപ്പ് ചെയ്തു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ആപ്പിൾ, അതായത് ഫ്രൂട്ടിൻ്റെ കാറ്റഗറിയിലാണ് ഞാൻ പോകേണ്ടത്. ഫ്രൂട്ടിൻ്റെ ഷീറ്റ് എടുത്തിട്ട് 3000 ആയിട്ടുണ്ടോ നോക്കാം. കണ്ടോ, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ഒരു കാര്യം കൂടി ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് വെജിറ്റബിൾ ഇവിടെ ബ്രൊക്കോളിയാണ്. അത് മാറ്റിയിട്ട് ഞാനൊന്ന് ക്യാരറ്റ്സ് കൊടുത്തു നോക്കാം. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് ആദ്യത്തെ വെജിറ്റബിൾ ക്യാരറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്യാരറ്റ്സ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് നമ്മളൊരു ഡാറ്റ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അപ്ഡേറ്റ് ആവില്ല, മറ്റ് ഷീറ്റുകളിലേക്ക് പോവില്ല. തൽക്കാലം ഒന്ന് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം.
ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു നേരത്തെ ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പേജസിലേക്ക് ഡാറ്റ വേണോ അത്രയും പേജസിലേക്ക് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ ഇത് ചെയ്യാൻ പോകുന്ന ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് മുൻപേ ഒരു കാര്യം പറയാം. നമുക്കിവിടെ ഓർഡർ ഐ ഡി ആണുള്ളത് അല്ലേ. ഇതിൽ നമ്പേഴ്സും ഉണ്ട് ആൽഫബറ്റ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോരാ, നമുക്കൊരു സീരിയൽ നമ്പർ വേണം. അതായത് 1 2 3 4 എന്നുള്ള ഓർഡറിൽ ഒരു നമ്പറിങ് വേണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡാറ്റേനെയാണ് ഡിഫറെൻറ്റ് പേജസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഓർഡറിൽ കിട്ടില്ല. അതായത് ഈ ഒരു മെയിൻ ഷീറ്റിലുള്ള ഓർഡർ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീരിയൽ നമ്പർ കൊടുക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, സീരിയൽ നമ്പർ ഇടാണ്ട് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് കിട്ടേണ്ട എല്ലാ ഡാറ്റയും നമ്മുടെ റിസൾട്ടിൽ ഉണ്ടാവും, പക്ഷേ അതിനൊരു ഓർഡർ ഉണ്ടാവില്ല. ചിലത് ഗ്രൂപ്പ് ചെയ്തിട്ടായിരിക്കും വരിക. അതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോളം ആദ്യം തന്നെ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ ഞാൻ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓർഡർ ഐ ഡി തന്നെ ഇട്ടത്. അത് മാത്രമല്ല ഡേറ്റും ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പലർക്കും ഡേറ്റും പിവറ്റ് ടേബിളിൽ വരുമ്പോൾ ഡൗട്ട് ഉണ്ടാവും. അതുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡാറ്റ തന്നെ എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓട്ടോ ഫിൽ യൂസ് ചെയ്തിട്ട് ബാക്കി നമ്പേഴ്സൊക്കെ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഡാറ്റേൻ്റെ ഉള്ളിൽ കേഴ്സർ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇൻസേർട്ട് ടാബിൽ പോവാം. പിവറ്റ് ടേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ പുതിയൊരു ഷീറ്റിലേക്കാണ് ഈ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡാറ്റയൊക്കെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പുതിയ പേജിലേക്ക് നമ്മുടെ പിവറ്റ് ടേബിളിൻ്റെ ഫീൽഡുകളൊക്കെ തന്നെയും വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെയാണ് നമ്മൾ എല്ലാ പരിപാടികളും ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒരു ഐഡിയ വേണം, നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ഷീറ്റ്സിലേക്ക് ഡാറ്റ മൂവ് ചെയ്യേണ്ടതെന്ന്. നേരത്തെ നമ്മൾ ചെയ്തത് കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൺട്രീനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത് അതിനെ നമ്മൾ എടുത്തിട്ട് ഫിൽറ്ററിലേക്ക് ഇടണം. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഫിൽറ്ററിലേക്ക് ഇടുകയാണ്. കൺട്രി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു അല്ലേ. ഇനി അടുത്തതായിട്ട് ഞാൻ സീരിയൽ നമ്പറിനെ റോസിലേക്ക് ഇടുന്നു. അതിനുശേഷം ഓരോന്നിനെയും നമുക്ക് റോസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ടിക്ക് ഇട്ടാൽ റോസിലേക്ക് അങ്ങ് പോയിക്കോളും. പ്രോഡക്റ്റ്, ദെൻ കാറ്റഗറി, ദെൻ എമൗണ്ട് വാല്യൂസിലേക്കായിരിക്കും പോവുക. പിന്നെ ഡേറ്റ് ആണ്, ദെൻ ഓർഡർ ഐ ഡി. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരെയും നമ്മൾ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ളൊരു പിവറ്റ് ടേബിളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലുക്കൊക്കെ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. അതിന് വേണ്ടി ടാറ്റയിൽ കഴ്സർ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ പിവറ്റ് ടേബിൾ ഓപ്ഷൻസ് എന്നുള്ളത് എടുക്കുക. ഇതിൽ ഡിസ്പ്ലേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലാസിക് പിവറ്റ് ടേബിൾ ലേഔട്ട് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പിവറ്റ് ടേബിളിന് ഇങ്ങനൊരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിനും നമുക്ക് കുറച്ച് നീറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഡിസൈൻ ടാബിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് സബ് ടോട്ടൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഡു നോട്ട് ഷോ സബ് ടോട്ടൽസ്. നമുക്കിവിടെ സബ് ടോട്ടൽസ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടൽസിൽ പോയിട്ട് ഓഫ് ഫോർ റോസ് ആൻഡ് കോളംസും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഡേറ്റിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇയേഴ്സിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പിവറ്റ് ടേബിളിൻ്റെ ഫീൽഡ്സിലേക്ക് ഒന്ന് പോവാം. ദെൻ ഇയേഴ്സ്, ക്വാർട്ടേഴ്സ്, ഡേറ്റ് എന്നുണ്ടല്ലോ. നമുക്കിവിടെ ഡേറ്റ് മാത്രം മതി. ഞാൻ ഇതിനെയൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ്. അതായത് ഇയേഴ്സിനെ കളഞ്ഞു, ക്വാർട്ടേഴ്സിനെ ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു. ദെൻ ഡേറ്റ് മാത്രമായിട്ടുണ്ട്. പക്ഷേ ഡേറ്റ് വന്നിട്ടുള്ളത് മന്ത് ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഡേറ്റ് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൗസിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അൺഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. ഹാഷായിട്ട് കാണുന്ന സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ഡേറ്റുകളൊക്കെ തന്നെയും ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, ഡോളർ സൈൻ ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഹോം ടാബിൽ പോയിട്ട് നമുക്ക് ഈ ഡോളർ സൈൻ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഡെസിമൽസ് വേണ്ട, അതുകൊണ്ട് ഇതൊന്ന് ഞാൻ ഡിക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഡാറ്റയൊക്കെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു അല്ലേ. ഫ്രൂട്ട്സും ഉണ്ട്, വെജിറ്റബിൾസും ഉണ്ട് അല്ലേ. എല്ലാ ഡാറ്റയും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഷീറ്റാണിത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സം ഓഫ് എമൗണ്ട് എന്നൊക്കെ കാണുന്നില്ലേ, ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ അതും നമുക്ക് മാറ്റി കൊടുക്കാം. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ വാല്യൂ ഫീൽഡ് സെറ്റിങ്സ് എടുക്കുക. അതിൽ നമുക്കിവിടെ സം ഓഫ് എമൗണ്ട് എന്നുള്ളതിന് പകരം ഞാൻ ഇവിടെ നിന്ന് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പിവറ്റ് ടേബിളിൽ നമുക്ക് എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ട പിവറ്റ് ടേബിൾ അനലൈസ് ടാബിലേക്കാണ്. അവിടെ പോയിട്ട് ഓപ്ഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷോ റിപ്പോർട്ട് ഫിൽട്ടർ പേജസ് അല്ലേ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം കൺട്രി ഉണ്ട് അല്ലേ. അതായത് നമ്മൾ നേരത്തെ ഫിൽറ്റേഴ്സിൽ ഇവിടെ കൺട്രി കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ കൺട്രി വന്നിട്ടുള്ളത്. അപ്പോൾ അത് ബ്ലൂയിലാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഇതാ ഇപ്പം നമ്മുടെ മാജിക് ഇവിടെ നടന്നു കഴിഞ്ഞു. അതായത് നമുക്ക് എത്ര കൺട്രീസ് ഉണ്ടോ അത്രയും കൺട്രീസിൻ്റെ ഡിഫറെൻറ്റ് ഷീറ്റ്സ് ആണ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഓരോ ഷീറ്റിനും അതത് കൺട്രി നെയിം വരെ ഇവിടെ ഉണ്ട്. 7 കൺട്രീസ് ആണ് നമുക്കിവിടെ ടോട്ടൽ ഉള്ളത്. അപ്പോൾ 7 കൺട്രീസും ഇവിടെ ഡിഫറെൻറ്റ് ഷീറ്റിലേക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ മെയിൻ ഡാറ്റയ്ക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാ ഷീറ്റിലേക്കും വരുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ അതുകൂടി നടക്കുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതായത് ഫ്രൂട്ട് എന്ന് പറയുന്നത് സീരിയൽ നമ്പർ 1 ഉള്ള ഈ പ്രോഡക്റ്റിനെ ഞാനൊന്ന് മാറ്റിയിട്ട് ഇത് ഓറഞ്ച് ആക്കി കൊടുക്കുകയാണ്. ഓറഞ്ച് എന്നാക്കിയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കാനഡ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ഷീറ്റിലേക്കാണ് അല്ലേ. അതൊന്ന് എടുക്കാം. അപ്പോൾ അതിലിപ്പോൾ സീരിയൽ നമ്പർ 1 ഉള്ളത് ആപ്പിളിൽ തന്നെയാണുള്ളത്. നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ റിഫ്രഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ ഓറഞ്ച് ആയി കഴിഞ്ഞു, കണ്ടല്ലോ, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. കാനഡ മാറ്റിയിട്ട് ഞാനിവിടെ ജർമ്മനി കൊടുത്ത് നോക്കുകയാണ്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇനി ജർമ്മനിയുടെ ഷീറ്റ് എടുത്തിട്ട് ഞാനൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ സീരിയൽ നമ്പർ 1 ഉള്ളത് ഇവിടെ ആഡ് ആയി കഴിഞ്ഞു, ഓറഞ്ച് എന്നുള്ളത്. ഇനി അതേസമയം നമ്മൾ കാനഡയുടെ ഷീറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീരിയൽ നമ്പർ 1 പോയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ മെയിൻ ഷീറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇവിടെ വരുന്നതായിരിക്കും, നമ്മുടെ പിവറ്റ് ടേബിളിലും കൂടി വരുന്നതായിരിക്കും. ഇനി നമുക്ക് എൻഡിൽ നമ്മൾ ഡാറ്റ ആഡ് ചെയ്ത് കൊടുത്താൽ അത് ആഡ് ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഈ മെയിൻ ഡാറ്റനെ ടേബിളിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. ഓക്കെ, കൺട്രോൾ ടി പ്രസ് ചെയ്യുക. ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കൺട്രോൾ ടി പ്രസ് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ ഒന്ന് കോപ്പി ചെയ്യാണ്, പേസ്റ്റ് ചെയ്യാണ്, കൺട്രോൾ വി. 83 മാറ്റിയിട്ട് 84 ആക്കുകയാണ്, 92F കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പേജിലേക്കാണ് നമ്മളിപ്പോൾ പോകേണ്ടത്. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു, യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ വർക്ക് ഷീറ്റ് എടുക്കുന്നു. 83 വരെ എവിടെയുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. 84th വണ്ണും കൂടി ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ഷീറ്റുകളിൽ അത് വിസിബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.